കോട്ടയം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ UP വിഭാഗത്തിൽ ലളിതഗാന മത്സരത്തിൽ ഫസ്റ്റും എ ഗ്രേഡും, പാലക്കാട്ട് വെച്ച് നടന്ന CBSE സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സെക്കൻഡും എ ഗ്രേഡും സ്വന്തമാക്കി എരുമേലി നിർമ്മല പബ്ലിക് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദികേശുമായി ഒരു അഭിമുഖം. നമ്മളിന്നൊരു കൊച്ചു കലാകാരനെ പരിചയപ്പെടുകയാണ്. എരുമേലി നിർമ്മല പബ്ലിക് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ AR ആദികേശാണ് നമ്മോടൊപ്പം എന്നുള്ളത്. ആദികേശിന് CBSE ജില്ലാ കലോത്സവത്തിൽ, കോട്ടയത്ത് ജില്ലാ കലോത്സവത്തിൽ ഫസ്റ്റ് എ ഗ്രേഡിൽ ലളിതഗാനത്തിൽ, അതുപോലെ പാലക്കാട്ട് നടന്ന CBSE സംസ്ഥാന കലോത്സവത്തിൽ ലളിതഗാനത്തിന് സെക്കൻഡ് എ ഗ്രേഡും കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ കൊച്ചു കലാകാരൻ. വെൽക്കം യു, കൺഗ്രാറ്റുലേഷൻസ് ആദികേശ്. പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് സംഗീതമായിട്ടുള്ള ബന്ധമുണ്ടോ? ഉണ്ട്. ആരാണ് സംഗീതത്തിലെ ഗുരു? ആരാണ്? ആദ്യത്തെ എൻ്റെ ഗുരു അച്ഛനാണ് ഗുരു. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് സ്വന്തം അച്ഛനെ തൻ്റെ ഗുരുവായി സംഗീതത്തിന് ലഭിക്കുക എന്നുള്ളത്. ആദികേശിന് ആ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അച്ഛനിപ്പോൾ എന്താ ജോലി ചെയ്യുന്നത്? അച്ഛൻ ദുബായിൽ പാട്ട് പഠിപ്പിക്കാൻ. സംഗീതാധ്യാപകൻ തന്നെയാണ് അദ്ദേഹം. വെരി ഗുഡ്. വീട്ടിൽ മറ്റാരാണ് സംഗീതവുമായി ബന്ധപ്പെട്ട ആളുകളുള്ളത്? എൻ്റെ മാമനുണ്ട്. എൻ്റെ അപ്പൂപ്പനും പാട്ടുകാരനാണ്. ശരി. ശരിക്കൊരു അമ്മ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്? അമ്മ ഇപ്പോൾ അമൽ ജ്യോതി കോളേജിൽ പഠിപ്പിക്കുന്നു. ശരി. അതിന് മുമ്പ് ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു. നൃത്തമാണ് വീട്. എല്ലാം കലയാണ്. കലയുമായി ബന്ധപ്പെട്ട ഒരു കുടുംബമാണ്. നമ്മുടെ വടക്കൻ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ സംഗീതവും കലയുമായി ബന്ധപ്പെട്ട് കുറേ കൂടെ മുന്നിൽ നിൽക്കുമ്പോൾ എരുമേലി പോലെ ഒരു പ്രദേശത്ത് നിന്നും ആദികേശിനെ പോലെ ഒരു കലാകാരൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉയർന്നു വന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് നമ്മുടെ സ്കൂളിനും ഈ ജില്ലയ്ക്കും. സംഗീതം ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകാനല്ലേ ആഗ്രഹിക്കുന്നത്? അഥവാ ഏതെങ്കിലും ജോലി കിട്ടിക്കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? രണ്ടും കൂടി തുടർന്ന് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ നല്ല ഒരു തീരുമാനമാണ്. ആദികേശ് സംഗീതത്തെ തൻ്റെ ജീവിതത്തോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? നല്ല കടുത്ത മത്സരമായിരുന്നു. നല്ല മത്സരമായിരുന്നു. ശരി. ശാസ്ത്രീയ സംഗീതം പഠിച്ചു കഴിഞ്ഞോ? അതോ പകുതിയായിട്ടേ ഉള്ളൂ? പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആദികേശിന് ഇനിയും ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ടെസി മരിയ സിസ്റ്ററാണ്. അതുപോലെ സ്കൂളിലെ പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ വിൻസിയ. രണ്ടുപേരും കലയുമായി ബന്ധമുള്ളവരും കലയെ പ്രോത്സാഹിപ്പിക്കുന്നവരും ആണ്. അപ്പോൾ ആദികേശിന് ആ ഒരു ഭാഗ്യം കൂടി ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ ഇത്തരം കുറേ കുട്ടികൾ ഇത്തരം കലാരംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന നല്ല കഴിവുള്ള കുറേ കുട്ടികൾ നമ്മുടെ സ്കൂളിൻ്റെ അസറ്റായിട്ട് നമുക്ക് ഉണ്ട് എന്നുള്ളത് ഒരു അഭിമാനം. അവിടെ പാടിയ ഒരു പാട്ടിൻ്റെ ഒരു 2 വരിയൊന്നും പാടാൻ പറ്റുമോ? അവിടെ പാടിയ ഏത് ലളിതഗാനം ഏത് പാട്ടായിരുന്നു തിരഞ്ഞെടുത്തത്? സ്മൃതിയിൽ വാഴും എന്നുള്ള പാട്ടാണ്. ആദികേശ് നമുക്കായിട്ട് അതിലൊരു 2 വരി പാട്ട് നമുക്കായിട്ട് ആലപിക്കുന്നു. സ്മൃതിയിൽ വാഴും നീനവിലുറങ്ങും നിമിഷം ദൂതിലുണരും. സ്മൃതിയിൽ വാഴും നീനവിലുറങ്ങും നിമിഷം ദൂതിലുണരും. നിശാ മൗനം ഉടയും യാമ സ്പന്ദനം കേട്ടുദിക്കുന്ന പകൽ പോൽ സ്മൃതിയിൽ വാഴും. ഗ്രേറ്റ്. വളരെ നന്നായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ്? മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ ആരാണ്? യേശുദാസിനെയാണ് ഭയങ്കര ഇഷ്ടം. നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാ കലാകാരന്മാരും ശ്രദ്ധിക്കുന്ന ഒരു ശബ്ദമാണ് യേശുദാസ്, അല്ലേ? മോനെ ഇഷ്ടപ്പെട്ട വേറെ ഏത് പാട്ടാണ്? മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പാട്ട് ഏതാണ്? ശ്രീരാഗമം. അതുകൂടെ 2 വരി പാടാൻ പറ്റുമോ? ശരി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ
നിൻ മൗനമോ ഭൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർക്കന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊന്തന്തിയിൽ. ഗ്രേറ്റ്, താങ്ക് യു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ആദികേശിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു.